ഇനി എല്ലാവർക്കും ലോൺ, എല്ലാവർക്കും ഫോൺ. 0% പലിശരഹിത വായ്പാ സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ പൂക്കോട്ടുംപാടം കരുവാരുകുണ്ട് ഷോറൂമുകളിൽ നിന്നും. മോഡോക് യുവർ മൊബൈൽ ഡോക്ടർ, പൂക്കോട്ടുംപാടം ബ്രാഞ്ച്, കരുവാരുകുണ്ട്. അമരമ്പലം ടി.കെ. കോളനിയിൽ കെണിയിൽ അകപ്പെട്ട കരടിയെ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ കെണിയിൽ വീണ കരടിയെ അമരമ്പലം RRT ക്യാമ്പിൽ 2 ദിവസം പാർപ്പിച്ച ശേഷമാണ് ഞായറാഴ്ച വൈകിട്ടോടെ തൃശൂരിലേക്ക് കൊണ്ടുപോയത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ കരടി മാസങ്ങളായി അമരമ്പലം പഞ്ചായത്തിലെ വിവിധ ജനവാസ മേഖലയിലൂടെ ഭീതി പരത്തി നടക്കുകയായിരുന്നു. ശർക്കര, എണ്ണ, നെയ്യ് തുടങ്ങിയ പൂജാദ്രവ്യങ്ങൾ ഭക്ഷിക്കാനായി പഞ്ചായത്തിലെ ടി.കെ. കോളനി, കവളമുക്കട്ട, കൾച്ചിറ, ചുള്ളിയോട്, ചെട്ടിപ്പാടം, ഓളർവട്ടം, പുഞ്ച തുടങ്ങിയ മേഖലകളിലെ വിവിധ ക്ഷേത്രങ്ങളിലെത്തുന്ന കരടി വീടുകൾക്കുള്ളിൽ വരെ കയറുന്ന സ്ഥിതിയുണ്ടായി. ഇതേ തുടർന്നാണ് കരടിയെ പിടിക്കാൻ വനം വകുപ്പ് വിവിധയിടങ്ങളിൽ കെണിയൊരുക്കിയത്. ടി.കെ. കോളനി ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിൽ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഏകദേശം 6 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺകരടി അകപ്പെട്ടത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെ കരടിയെ അമരമ്പലത്തെ വനം RRT ക്യാമ്പിൽ ഓഫീസിലേക്ക് മാറ്റുകയും ചെയ്തു. 3 ദിവസം ഇവിടെ പാർപ്പിച്ച ശേഷമാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നിർദ്ദേശത്തെ തുടർന്ന് നിലമ്പൂർ സൗത്ത് DFO G ധനിക്ലാൽ, കാളികാവ് വനം റേഞ്ച് ഓഫീസർ P രാജീവ് എന്നിവരുടെ മേൽനോട്ടത്തിൽ കരടിയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയത്. വനം വെറ്ററിനറി സർജൻ ഡോക്ടർ S ശ്യാമിന്റെ മേൽനോട്ടത്തിൽ ചക്കിക്കുഴി വനം സ്റ്റേഷനിലെയും RRT ക്യാമ്പിലെയും വനപാലകർ കൃത്യമായ പരിചരണവും നൽകിയിരുന്നു. പൂർണ്ണ ആരോഗ്യവാനായ കരടിക്ക് തേനടകകൾ, തണ്ണിമത്തൻ, പഴങ്ങൾ എന്നിവയാണ് ഈ ദിവസങ്ങളിൽ ഭക്ഷണമായി നൽകിയിരുന്നത്. അതേസമയം പിടികൂടിയ കരടിയെ കാട്ടിൽ തുറന്നുവിടരുതെന്ന് വനം വകുപ്പ് അധികൃതർക്ക് മുൻപിൽ നാട്ടുകാർ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ ഉൾപ്പെടെയുള്ളവർ കരടിയെ തൃശൂരിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് RRT ക്യാമ്പിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.